അന്ന് ഈ തൊക്കോട്ട് ഷെയ്ഖിൻ്റെ കൂടെ അവർക്ക് അനുകൂലിച്ച് സംസാരിക്കാൻ വന്ന ആള് ഇന്ന് അയാൾ മുബ്തദിയാണ്, അയാൾ ബിദ്അത്തിന്റെ ആളാണ്, ഹവയുടെ ആളാണെന്ന് പറഞ്ഞു. അന്നവിടെ 3 ഗ്രൂപ്പുണ്ട്. ഇന്ന് ഛിന്ന ഭിന്നമായി നിൽക്കുന്ന ഈ 3 ഗ്രൂപ്പും അവിടെ ഉണ്ട്. അന്ന് ഒരു അവസാനം കയ്യേറ്റ ശ്രമത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ഒരു പ്രകോപിതരായി. നമ്മൾ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾ പുറത്തുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് കയറി വന്നു. അപ്പോൾ അവരെന്തായി വന്നപ്പോൾ ഞാൻ അന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ എഴുതി വെച്ചോളൂ, 2 വർഷത്തിനുള്ളിൽ ഇവർക്കിടയിൽ ഗ്രൂപ്പിസം ഉണ്ടാകും, ഇവരുടെ ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ടാകും. പക്ഷെ 2 വർഷമായില്ല, 4 മാസത്തിനുള്ളിൽ തന്നെ ഇവർ പല ചേരിയിലായി. നമ്മളിവർ ചേരിയിലായതിൽ സന്തോഷം പറയല്ല, ആർക്കും ഇവർക്കിടയിലെ ഗ്രൂപ്പിസം എന്തു എന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മളെക്കാളും അഹ്ലുൽ ഹവയുടെ ആളായി ഇവർക്ക് ആര് മാറി? തൊക്കോട്ടത്തെ ആൾ മാറി. തൊക്കോട്ടുകാരന് ഇവരെന്തായി? ബിദ്അത്തിന്റെയും ഹവയുടെയും ആളായി. പിന്നെ ചില ആളുകൾ എന്ത് പറഞ്ഞു? നമ്മൾ എന്തായിരുന്നാലും മറ്റുള്ളവനെ ബിദ്അഈ ഹവന്റെ ആളെന്ന് പറഞ്ഞ് മടുത്തു, ഇനി കുറച്ച് നാൾ മിണ്ടാതിരിക്കാം എന്ന് ചിലരെന്ത് ചെയ്തു? അവിടെ ചിലർ മൗനം ദീക്ഷിക്കാനും തുടങ്ങി. അപ്പൊ അന്ന് നമ്മൾ ഇവരോട് പറഞ്ഞതാണ്, നിങ്ങൾക്കിടയിൽ ഗ്രൂപ്പിസം ഉണ്ട്. ഗ്രൂപ്പിസം ഇല്ല. ഇപ്പൊ എവിടുന്ന് വന്നു ഈ ഗ്രൂപ്പുകൾ? ഇനിയും നിങ്ങൾ എഴുതി വെച്ചോ, പല പല ഗ്രൂപ്പുകള്. അവിടുത്തെ ഷെയ്ഖിന്റെ ഇന്ന ഷെയ്ഖ് ഇതെന്താന്ന് വെച്ചാല് ഇവിടെ കാണുന്നത് ഈ കുഞ്ചത്തൂരുകാരൻ ഷെയ്ഖിനെയാണ് ഇവർ കാണുക. ഈ കുഞ്ചത്തൂരുകാരൻ എവിടുന്ന് എടുത്തു എന്നുള്ളത് ഈ നാട്ടുകാരൻ കാണുന്നില്ല. പിന്നീട് നാട്ടുകാരൻ നേരിട്ട് ഷെയ്ഖിൽ നിന്ന് കേൾക്കാൻ തുടങ്ങുമ്പോൾ ഷെയ്ഖ് പറയും, ആ ഷെയ്ഖ് ശരിയില്ല. അപ്പൊ ആ ഷെയ്ഖിന്റെ ക്ലാസ്സിൽ പോയി കേൾക്കുമ്പോൾ ഈ ഷെയ്ഖിനെക്കാളും കൊള്ളാവുന്ന ആ ഷെയ്ഖാണെന്ന് തോന്നും. ഇങ്ങനെ ഷെയ്ഖന്മാരുടെ പേരില് ഒരു ഗ്രൂപ്പുകളായി അവർ മാറിയിരിക്കുകയാണ്.